അധ്യായം 9. കൊച്ചിയിൽ ഉദിച്ച നവോത്ഥാന സൂര്യൻ. പറങ്കികൾ എന്ന് വിളിക്കുന്ന പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ ലഭിച്ച ആദ്യ താവളമാണ് കൊച്ചി. പോർച്ചുഗീസുകാർ ആദ്യമായി കോട്ട കെട്ടിയതും കൊച്ചിയിലാണ്. പോർച്ചുഗീസുകാരുമായുള്ള സമ്പർക്കത്തിലൂടെ സാമൂഹികമായും സാമ്പത്തികമായും അഭിവൃദ്ധി പ്രാപിച്ച ആ രാജ്യവും അവിടുത്തെ മഹാരാജാവും സാമൂതിരിയേക്കാൾ പ്രതാപവാനായി അറിയപ്പെടുവാൻ തുടങ്ങി. പോർച്ചുഗീസുകാരോടൊപ്പം വന്ന മിഷണറിമാരുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ കൊച്ചി കേന്ദ്രമാക്കിയായിരുന്നു. അവർ ഇവിടെ ദേവാലയങ്ങളും അതിനോടൊപ്പം പ്രാഥമിക വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. പിന്നീട് പ്രാഥമിക വിദ്യാലയങ്ങളെ ഹൈസ്കൂളായി ഉയർത്തുകയും കോളേജുകൾ സ്ഥാപിക്കുകയും പാശ്ചാത്യ വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു. അച്ചടിശാലയും കൊച്ചിയിലെ ഇമ്മാനുവൽ കോട്ടയോട് ചേർന്ന് ഏഷ്യയിലേക്ക് വെച്ച് ഏറ്റവും വലുത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഗ്രന്ഥാലയവും സ്ഥാപിച്ചു. പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിലൂടെ കൊച്ചി രാജ്യം പശ്ചിമ തീരത്തെ പ്രബല നഗരമായും വാണിജ്യ കേന്ദ്രമായി വളർന്ന് ലോക ശ്രദ്ധയെ ആകർഷിച്ചു. പോർച്ചുഗീസുകാരുടെ വരവ് കൊച്ചിയുടെ നവോത്ഥാനത്തിന് കാരണമായി എന്ന് ഡോക്ടർ ജോൺ ഓച്ചന്തുരുത്ത് ഈ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നു. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. കൊച്ചിയിലുദിച്ച നവോത്ഥാന സൂര്യൻ. കേരളത്തെ പല നാടുകളായി വിഭജിച്ച് 12 രാജാക്കന്മാർക്ക് വീതിച്ചു കൊടുത്തിരുന്നത് ആര്? ഉത്തരം ചേരമാൻ പെരുമാൾ. കൊച്ചി പ്രദേശത്തെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും ചേരമാൻ പെരുമാൾ ആരെ ഏൽപ്പിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഉത്തരം സൂര്യക്ഷത്രിയൻ. കൊച്ചി രാജവംശത്തിന് പെരുമ്പടപ്പ് എന്ന് പേര് വിളിച്ചതാര്? ഉത്തരം ചേരമാൻ പെരുമാൾ. കൊച്ചി രാജവംശത്തിന് പെരുമ്പടപ്പ് എന്ന പേര് ലഭിച്ചുവെന്നത് ഏത് ഗ്രന്ഥത്തിലാണ് ഉള്ളത്? ഉത്തരം കേരളോൽപ്പത്തി. 15-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ശതകങ്ങളിൽ കൊച്ചി സന്ദർശിച്ചത് ആരെല്ലാമാണ്? ഉത്തരം മാഹ്വാൻ, നിക്കോളോ കോണ്ടി. പറങ്കികൾ അല്ലെങ്കിൽ പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ ലഭിച്ച ആദ്യ താവളം? ഉത്തരം കൊച്ചി. കൊച്ചി കോട്ടയുടെ പണി ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിൽ എന്നാണ്? ഉത്തരം അൽ ബുക്കർക്ക് 1503 സെപ്റ്റംബർ 7. കൊച്ചി കോട്ടയുടെ പണിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥം ഏത്? ആരുടേത്? ഉത്തരം ഏഷ്യ പോർച്ചുഗീസ, ഫെരിയ വൈസൂസ. കൊച്ചി കോട്ടയുടെ മറ്റൊരു പേര്? ഉത്തരം ഇമ്മാനുവൽ കോട്ട. AD 1500 കൊച്ചിയിൽ എത്തിയത് ആരാണ്? ഉത്തരം കബ്രാൾ എന്ന അമരാൾ. വാസ്കോ ഡി ഗാമ കൊച്ചിയിലെത്തിയപ്പോൾ മുസ്ലിം ശത്രുതയിൽ നിന്ന് സംരക്ഷണം അപേക്ഷിച്ചത് ആരാണ്? ഉത്തരം നെസ്തോറിയൻ ക്രിസ്ത്യാനികൾ. വാസ്കോ ഡി ഗാമ കൊച്ചിയിലെത്തിയപ്പോൾ നെസ്തോറിയൻ ക്രിസ്ത്യാനികൾ ആരുടെ അധികാര ചിഹ്നങ്ങളാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത്? ഉത്തരം വില്ലാർവട്ടം നസ്രാണി തമ്പുരാന്റെ. 17-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ കൊച്ചിയിലെത്തിയ ലന്തക്കാരനായ ക്യാപ്റ്റൻ ആരാണ്? ഉത്തരം ന്യൂഹോഫ്. ഏറ്റവും ഉയരം കൂടിയതും കമനീയമായതും സെന്റ് പോൾ ദേവാലയത്തിന്റെ മണിഗോപുരവുമാണ്. കൊച്ചിയിലെ ഈ ദേവാലയത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം ന്യൂഹോഫ്. പോർച്ചുഗീസ് ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം? ഉത്തരം കൊച്ചി. കൊച്ചിയിലെ നാട്ടുക്രിസ്ത്യാനികളെ തങ്ങൾക്ക് പരിചയമുള്ള ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ വളർത്തിയെടുക്കുന്നതിന് മിഷണറിമാർ ആദ്യമായി ചെയ്തത് എന്താണ്? ഉത്തരം പ്രാഥമിക വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. കൊച്ചിയിലെ പ്രാഥമിക വിദ്യാലയങ്ങളെ ഹൈസ്കൂളുകളാക്കി ഉയർത്തിയത് ആര്? ഉത്തരം ഈശോ സഭ വൈദികർ. കൊച്ചിയിലെ ഇമ്മാനുവൽ കോട്ടയ്ക്കടുത്ത് ഒരു കോളേജ് സ്ഥാപിക്കപ്പെട്ടതായി ഏത് ഗ്രന്ഥത്തിലാണുള്ളത്? എഴുതിയതാര്? ഉത്തരം ഓറിയന്തി കോൺക്വിസ്റ്റാദോ 2ാം വാല്യം, ഫ്രാൻസിസ്കോ ഡിസൂസ. കൊച്ചിയിലെ പോർച്ചുഗീസ് കലാലയത്തിലെ പഠനമാധ്യമം ഏത് ഭാഷയിലായിരുന്നു? ഉത്തരം ലാറ്റിൻ.
കൊച്ചി കോട്ടയിൽ ദേവമാതാവിന്റെ മുദ്രണാലയം സ്ഥാപിച്ചത് ഏത് വർഷം? ഉത്തരം 1579. ഏഷ്യയിലേക്ക് വച്ച് ഏറ്റവും വലിയ ഗ്രന്ഥാലയം കൊച്ചിയിലേതായിരുന്നു? ആരാണ് അപ്രകാരം പറഞ്ഞത്? എവിടെയാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത്? ഉത്തരം ടവർണിയർ, കൊച്ചിയിലെ ദേവമാതാവിന്റെ മുദ്രണാലയത്തോട് ചേർന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഗ്രന്ഥാലയം എന്ന് വിശേഷിക്കപ്പെട്ട കൊച്ചിയിലെ ഗ്രന്ഥാലയം ചുട്ടരിച്ചത് ആര്? ഏത് വർഷം? ഉത്തരം ലന്തപ്പട്ടാളം 1662. പൊല്ലാത്ത നാൾ പിറക്കുന്ന കിടാങ്ങളെ ഉപേക്ഷിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്ന സമ്പ്രദായം 16-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇവരെ സംരക്ഷിക്കുവാനായിട്ട് ഉദയംപേരൂർ സുനകദോസ് ക്രൈസ്തവരോട് ആവശ്യപ്പെട്ട സംവിധാനം ആധുനിക കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്നു. ഏതാണത്? ഉത്തരം അനാഥ മന്ദിരങ്ങൾ. ഉദയംപേരൂർ സുനകദോസ് തീരുമാനങ്ങൾ ആദ്യം നടപ്പാക്കപ്പെട്ടത് എവിടെയായിരുന്നു? ഉത്തരം കൊച്ചി കരയിൽ. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി പേയാട്ട് മീഡിയ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.